തൃശ്ശൂരിലേക്ക് പോവുകയാണ്. കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി ഡാനി പോളാണ് അവിടെ നിന്ന് ചേരുന്നത്. ഡാനി, കേരളത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള BJPയുടെ ആ വാഗ്ദാനം അത് പാലിക്കപ്പെടാൻ പോവുകയാണ്. വലിയ ആവേശത്തിലായിരിക്കും സ്വാഭാവികമായും അവിടുത്തെ BJP പ്രവർത്തകരുണ്ടാവുക. എങ്ങനെയാണ് അവരുടെ ഒരു വികാരം? ഈ ഒരു നിമിഷത്തെ ഒരു വൈബ് എങ്ങനെയാണ് ഡാനി? തൃശ്ശൂർ വലിയ ആഘോഷത്തിൽ തന്നെയാണ്. കാരണം തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു വിജയം വന്നത് മുതൽ അതിൽ അവരുടെ ഒരു പ്രയത്നം ഇതെല്ലാം തന്നെ പൂർണ്ണ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അന്ന് മുതൽ തുടങ്ങിയ ആഘോഷങ്ങളിലേക്ക് നീങ്ങുമ്പോഴും ഇപ്പോഴും അതിന് യാതൊരു മാറ്റവുമൊന്നുമില്ല. നമ്മളിപ്പോൾ വില്ലടം എന്ന സ്ഥലത്താണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ പങ്കിട്ടുമുണ്ട്. കാരണം ഇവിടെ നിന്ന് ജയിച്ച ഒരാൾ ആദ്യമായി ഈ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എല്ലാം തന്നെ കടന്നു ചെല്ലുന്ന ഒരാൾ എന്ന രീതിയിൽ തന്നെ അതിന്റെ ഒരു ആവേശവും സന്തോഷവും എല്ലാം തന്നെ എല്ലാവരും പ്രവർത്തകർ ആ വീടുകൾ കയറി മധുരം വിതരണം ചെയ്തുകൊണ്ട് അവരുടെ സന്തോഷം പറയുന്നു. പ്രദേശത്തെല്ലാം തന്നെ മുതൽ തന്നെ പ്രവർത്തകർ ഇവിടെ വീടുകളിലേക്ക് ഒപ്പം തന്നെ ഇതിനൊരു താങ്ക്സ് കാർഡ് ഇറക്കിയിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ട് അടുത്ത 5 വർഷം ഇനി നമ്മൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു നമ്മൾ ആഗ്രഹിച്ച പോലെയുള്ള ഒരു ഭരണമാണ് നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ജനങ്ങളെ ഇപ്പൊ ഇത്ര കാലം ജനങ്ങൾക്ക് ഇനി മനസ്സിലാവും ആരെ ജയിപ്പിക്കണം എന്നുള്ളത്. എന്താ കാരണം വെച്ചാല് ഇതിനു മുമ്പ് സുരേഷ് ഗോപി ജയിക്കാതെ തന്നെ അദ്ദേഹം MP ആയിരിക്കുമ്പോ തോറ്റ MP ആയിട്ട് പോലും നമ്മുടെ തൃശ്ശൂരിന്റെ വളരെയധികം കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. ഈ രീതിയിൽ പ്രവർത്തകർ അവിടേക്ക് ചെന്നുകൊണ്ട് ആളുകളോട് ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ ഒരു താങ്ക്സ് കാർഡ് ഇറക്കിയിരിക്കുന്നു. നൽകിയ സ്നേഹത്തിന് പിന്തുണയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് BJP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു കാർഡ് ഇറക്കിയിരിക്കുന്നു. ഇതുപോലെ BJPയുടെ പതാകകളുമെല്ലാമായിട്ട് പ്രവർത്തകർ ഇവിടെ ഓരോ വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് അവരുടെ ഒരു സ്നേഹം അറിയിക്കുകയും സന്തോഷം അറിയിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. നമുക്ക് ഒപ്പം ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ് ജയൻ കോലേരി. ഈ സന്തോഷത്തോടുകൂടി എല്ലാ ദിവസവും പ്രവർത്തകർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സന്തോഷം പങ്കിടുകയാണ്. ഇന്ന് അത് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് ശരിക്ക് BJPയെ സംബന്ധിച്ചുള്ള ഒരു ഊർജം എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വ്യക്തി തന്നെ ഈ നാട്ടില് BJPക്കാരല്ല ജനങ്ങൾ മുഴുവൻ പറയുന്ന ഒരു നല്ലൊരു മനുഷ്യൻ, അതായത് സുരേഷ് ഗോപി. അദ്ദേഹം ജയിക്കുക എന്ന് പറഞ്ഞത് ഈ കേരളത്തിന്റെ ആവശ്യമാണ്, പ്രത്യേകിച്ച് തൃശ്ശൂരുകാർക്ക് ഒരു കാര്യം ഇപ്പൊ ബോധ്യമാവും. എന്ന കാരണം വെച്ചാല് ശരിയായ ആളെയാണ് നമ്മള് ജയിപ്പിച്ചു വിട്ടിട്ടുള്ളത് എന്നുള്ളത്. കാരണം അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ മത്സരിച്ചു, പക്ഷെ അദ്ദേഹം തോറ്റു. പക്ഷെ തോറ്റിട്ട് പോലും ഇവിടെ ജയിച്ച MP-യേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഇപ്പൊ ഞാൻ പറയുന്നതല്ല, നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറടക്കം പറഞ്ഞാണ്. അതായത് 1 കോടി രൂപ പ്രതാപൻ വാഗ്ദാനം ചെയ്തു. തോറ്റ MP അതായത് സുരേഷ് ഗോപി, അദ്ദേഹം ആ 1 കോടി രൂപ തന്നു എന്നുള്ളത്. അത്രയൊരു നല്ലൊരു മനുഷ്യനെയാണ് നമുക്കിവിടെ ഉള്ളത്. ഇനി വരാൻ പോകുന്ന മറ്റൊരു പ്രത്യേകത വെച്ചാൽ അദ്ദേഹം ഇവിടുത്തെ മന്ത്രിയാണ്. എന്തായാലും ഈ രീതിയിൽ വലിയ സന്തോഷത്തോടു ഇനി കേന്ദ്രമന്ത്രിയായി അദ്ദേഹം തിരിച്ചെത്തുന്നു. അതിന്റെ ഒരു സന്തോഷമൊക്കെയാണ് ഇവരുടെ വാക്കുകളിലും എല്ലാം തന്നെ നിറയുന്നത്. എന്തായാലും ഈ മധുരം വിതരണം തുടരുകയാണ് അല്ലേ നിങ്ങളെ അതിലേക്ക് പോകുമ്പോഴേക്കും? ഇതുപോലെ നമ്മുടെ നാട്ടിലെ ഇതുപോലെയുള്ള ഞങ്ങളുടെ NSSന്റെ ഇവിടുത്തെ പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ എല്ലാവരും ജാതി മതങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരുമാണ് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ. ഇന്ന് തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ബൂത്തുകളിലും ഇന്ന് NDAക്കാണ് ഭൂരിപക്ഷം. ഒപ്പം തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പൊ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗതാഗത കുരുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അത്തരം പദ്ധതികളെല്ലാം ആവിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹം തൃശ്ശൂരിന്റെ ഒരു മുഖഛായ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമങ്ങളിൽ സുരേഷ് ഗോപി ക്രിയാത്മകമായ ഒരു നേതൃത്വം വഹിക്കുമെന്ന ഒരു ആത്മവിശ്വാസം എല്ലാം തന്നെ അവരുടെ വാക്കുകളിൽ നിറയുന്നു. എന്തായാലും ആഹ്ലാദ പ്രകടനങ്ങൾ തുടരുകയാണ്. വൈകിട്ടോടുകൂടി അത് കൂടുതൽ അതിന്റെ ഒരു മൂർധന്യതയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂരവും പുലിക്കളിയും എല്ലാം നിറയുന്ന തൃശ്ശൂരിന് ഇന്ന് മറ്റൊരു ആഹ്ലാദ ദിവസം കൂടിയായി മാറുകയാണ്.